പറയുക. അപ്പോൾ സാധാരണഗതിയിൽ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു മനുഷ്യൻ തുമ്മിയാൽ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ് എന്നാണ്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളുടെ അടുത്ത് വെച്ചുകൊണ്ട് ആരെങ്കിലും തുമ്മിയാൽ അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും അത് കേട്ടവൻ യർഹമുക്കല്ലാഹ് എന്ന് പറയണം എന്ന് കാണാം. എന്നാൽ ചില മഹാന്മാർ പറഞ്ഞു അൽഹംദുലില്ലാഹിനേക്കാൾ നല്ലത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയലാണ് എന്നാണ്. അപ്പോ അതിനേക്കാളും ഉത്തമമായത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയലാണ് എന്നും കാണാം. അപ്പൊ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അങ്ങനെ പറഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 70 രോഗങ്ങളിൽ നിന്ന് ക്ഷമ ലഭിക്കുന്നതാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ. അത് അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ കിട്ടൂല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ കിട്ടൂല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയലാണ് നല്ലത്. എന്നിട്ട് പറയുന്നു 70 രോഗങ്ങൾക്ക് ശിഫയാണ്. അതിൽ ഏറ്റവും ചെറിയ രോഗം കുഷ്ഠരോഗമാണ്. അതിന് വലിയ രോഗങ്ങൾ ഈ ഒരു വാക്കുകൊണ്ട് നമുക്ക് ശിഫയാക്കാൻ കാരണമാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പിന്നെ തുമ്മുന്നത് അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ നിന്ന് റഹ്മത്തിനെ ചോദിക്കണം. അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആരാണോ അൽഹംദുലില്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നല്ലൊരു സമയമാണ്. ഒരാള് തുമ്മുന്നത് നല്ലൊരു സമയത്തായി ആ തുമ്മിയ ഉടനെ അൽഹംദുലില്ലാഹ് എന്ന് പറയണം എന്ന് പറഞ്ഞു. അത് കേട്ടവർ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. ആ കേട്ടവർ മാത്രമല്ല, ആ കേട്ട ആള് പറഞ്ഞ ഉടനെ ഈ ചൊല്ലിയ ആളെന്ന് പറയണം യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് പറയണം. ഇങ്ങനെയെല്ലാം നമ്മുടെ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ തശ്മീത്ത് പറയേണ്ടത്. ഇത് പറയുന്നത് നമ്മുടെ രോഗങ്ങൾ ശരിയാക്കാൻ പോലും കാരണമാകുന്നതാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ നമ്മൾ തശ്മീത്ത് പറയുകയും പിന്നെ തുമ്മുമ്പോൾ ഇടത് കൈ കൊണ്ട് അതിനെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്യൽ സുന്നത്തുണ്ട് എന്നും കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് തുമ്മുന്ന സമയം, പ്രത്യേകിച്ച് നിസ്കാരത്തിലാണെങ്കിൽ അവൻ